നമ്മൾ ഈ ഉറങ്ങാതിരിക്കുമ്പം നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് കൂടും. സ്ട്രെസ് ഹോർമോൺസ് ഇൻസുലിൻ ലെവൽ, ഇൻസുലിൻ ഹൈപ്പർ ഇൻസുലിനിമിയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ വരും. അതൊക്കെയാണ് ഒരു കൂടിയതിൻ്റെ പേരിലുള്ള മരുന്ന്. അതായത് ഉറങ്ങാതിരിക്കുമ്പോൾ ഉള്ള ഹോർമോണുകളുണ്ട്, ഉറങ്ങുമ്പോൾ വരുന്ന കുറേ ഹോർമോണുണ്ട്. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ ഉറക്കത്തിൽ മാത്രമാണ് അവർക്ക് ഗ്രോത്ത് ഹോർമോൺ, ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് പുറത്തു വരുന്നത്. ഈവൻ നമ്മൾ ഉറങ്ങാൻ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട്, മെലാറ്റോണിൻ എന്ന് പറഞ്ഞ്, നമ്മുടെ ഏറ്റവും ടോപ്പ് ഗ്രന്ഥിയായിട്ടാണ് നമ്മൾ പറയുന്നത് മെലാറ്റോണിൻ ഉണ്ടാക്കുന്ന പെനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ മെലാറ്റോണിൻ്റെ ആക്ഷൻസും പെനിയൽ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻസും ശരിക്കും പറഞ്ഞാൽ ഇന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. രാത്രിയാകുമ്പം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ മെലാറ്റോണിൻ വരും, അത് നമ്മളെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഉറക്കത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് അതിന് താഴെയുള്ള ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി എന്നൊക്കെ പറഞ്ഞ് ഗ്രന്ഥികൾ വരുന്നത്. അവിടെ നിന്നുള്ള ഹോർമോൺസ് വന്ന് അവിടെയാണ് ഗ്രോത്ത് ഹോർമോണും അങ്ങനെ പല സ്റ്റിമുലൻ ഹോർമോൺസ് എല്ലാം വരും താഴത്തെ ഗ്രന്ഥികളെ, തൈറോയിഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്. അപ്പം ഇവരെല്ലാം ആക്ടിവേറ്റ് ചെയ്യാനും അവരെല്ലാം കൺട്രോൾ ചെയ്യാനും ആ സമയത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ കൺട്രോളുകൾ കറക്റ്റാകുക? അപ്പോൾ സിമ്പിൾ ലോജിക്കാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ വലിയവരെക്കാളും കൂടുതൽ വേണം, കാരണം അവരുടെ ഗ്രോത്തും കൂടെ നടക്കണം. അപ്പം കുട്ടികൾക്ക് നമ്മളൊരു 10 മണിക്കൂർ എങ്കിലും ഉറങ്ങാൻ അവസരം കൊടുക്കുക. വലിയവരാണെങ്കിൽ 8 മണിക്കൂർ ആണ് നമ്മൾ ഉറങ്ങണമെന്ന് പറഞ്ഞത്. അത് പറ്റിയില്ലെങ്കിൽ പോലും ഒരു എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഒരു 6 to 8 hours ഒരു ഓൺ ആൻ ആവറേജ് ഉറങ്ങാനും ശ്രമിച്ചില്ലെങ്കിൽ നമ്മളുടെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങളും അതിൻ്റെ കൺട്രോളാണ്. നമ്മൾ ഈ കൺട്രോളെല്ലാം നമ്മൾ ഹോർമോൺ, കെമിക്കൽ കൺട്രോളുണ്ട്, നെർവസ് കൺട്രോളുണ്ട്. ഈ നെർവസ് കൺട്രോള് എല്ലാം തെറ്റും, കെമിക്കൽ കൺട്രോൾ, ഹോർമോൺ കൺട്രോളും തെറ്റും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.